സല്യൂട്ട് സതീർത്ഥ്യരെ. ഉത്തരാഖണ്ഡിലെ മസൂറിയിലാണ് സിവിൽ സർവീസ് ഓഫീസേഴ്സിനുള്ള അടിസ്ഥാന പരിശീലനം നൽകുന്ന ലാൽ ബഹാദൂർ ശാസ്ത്രി അക്കാഡമി ഓഫ് അഡ്മിനിസ്ട്രേഷൻ പ്രവർത്തിക്കുന്നത്. 1987 ഞാൻ അവിടെ ചെല്ലുമ്പോൾ 4 മാസത്തെ ഞങ്ങളുടെ അടിസ്ഥാന പരിശീലനത്തിന് ശേഷമാണ് നാഷണൽ പോലീസ് അക്കാഡമി ഹൈദരാബാദിൽ ബാക്കിയുള്ള പരിശീലനം നടത്തുന്നത്. തണുപ്പുള്ള സമയമായിരുന്നു. ഓഗസ്റ്റ് മാസം തൊട്ട് ഡിസംബർ മാസം വരെയായിരുന്നു 4 മാസത്തെ പരിശീലനം. അവിടെ വെച്ചിട്ടാണ് ഈ സിവിൽ സർവീസിനെ കുറിച്ചുള്ള ആദ്യ പാഠങ്ങൾ കിട്ടുന്നത്. അവിടെ എല്ലാ സിവിൽ സർവീസിലുള്ള ഉദ്യോഗസ്ഥരും ഉണ്ടാവും. IFS, IAS, IPS അങ്ങനെ പല ഉദ്യോഗസ്ഥരും റെയിൽവേ സർവീസ് അങ്ങനെ ഉണ്ടാവും. ഇത് ബ്രിട്ടീഷുകാരെങ്ങാണ്ട് കെട്ടിപ്പൊക്കിയ ഒരു സ്ഥാപനമായിരുന്നെന്നാണ് തോന്നുന്നത്. എല്ലാം പഴയതായിരുന്നു. പക്ഷേ അതിൻ്റേതായിട്ടുള്ള കുന്നുകളുടെ മുകളിൽ ഇങ്ങനെ ഒരു മനോഹാരിതയുണ്ടായിരുന്നു. മഞ്ഞുമലകളാൽ ചുറ്റപ്പെട്ട ഒരു വളരെ നല്ല പ്രതലത്തിലായിരുന്നു ഈ അക്കാഡമി മുഴുവനും നിന്നിരുന്നത്. അപ്പോൾ സ്ത്രീകളുടെ ബ്ലോക്ക് എന്ന് പറഞ്ഞ ഒരു ലേഡീസ് ബ്ലോക്ക് 2 നിലയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ ചൂടുവെള്ളമൊന്നും അങ്ങനെ കിട്ടില്ല. രാവിലെ ഒരാൾ വന്നിട്ട് വിറക് വെച്ച് വെള്ളം ചൂടാക്കി ഒരു വശത്ത് വെച്ചേക്കും. ബാത്റൂം കോമൺ ആണ്. ഞങ്ങൾ 2 മുറികളിനകത്ത് 4 പേര്, ഒരു മുറിയിൽ 2 ബെഡ് വെച്ചിട്ട് നടുക്ക് ഹീറ്ററും ഒക്കെ ആയിട്ടാണ് കിടന്നിരുന്നത്. അവിടെ എനിക്ക് അനുഭവപ്പെട്ടിരുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ഹിന്ദിയായിരുന്നു. കാരണം എല്ലാവരും ഹിന്ദി സംസാരിക്കുമ്പോൾ 10ാം ക്ലാസ് വരെ മാത്രം ഹിന്ദി പഠിച്ചിട്ടുള്ള, ഹിന്ദി സംസാരിക്കാൻ അറിഞ്ഞുകൂടാത്ത ഞാൻ അവിടെ ചെന്ന് ഹിന്ദിയുമായിട്ട് ഞാൻ വിചാരിച്ചിരുന്ന ഇംഗ്ലീഷ് മതിയാവും, ജീവിച്ച് പോകാമെന്ന്. പക്ഷേ ഹിന്ദി ഇല്ലാതെ ഒരുപാട് കഷ്ടപ്പാട് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഞാൻ പലപ്പോഴും എൻ്റെ മുറി ഹിന്ദിയിൽ സംസാരിക്കുന്നതൊക്കെ കേട്ടിട്ട് പലരും പൊട്ടിച്ചിരിക്കാറും ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാലും നല്ല രസമായിരുന്നു ആ 4 മാസം. ബാദൽ ദാസ് എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ, IAS ഉദ്യോഗസ്ഥനായിരുന്നു ഞങ്ങളുടെ ട്രെയിനിങ്ങിൻ്റെ ഡയറക്ടറിൻ്റെ ചാർജുള്ള ആൾ. അപ്പോൾ അദ്ദേഹം എന്നെ കാണുമ്പോഴൊക്കെ എന്നെ വിളിച്ചിരുത്തി പറയും, ശ്രീലേഖ യു ഷുഡ് റൈറ്റ് അഗെയിൻ, ഒന്നും കൂടെ വീണ്ടും എഴുതണം സിവിൽ സർവീസ്. കാരണം IPS കിട്ടിയിരിക്കുന്നത്. IPS ശ്രീലേഖയ്ക്ക് ചേരൂല. ഞാനൊരു IPS ആയിരുന്നു ആദ്യം. ട്രെയിനിങ്ങിൻ്റെ സമയത്ത് ഞാൻ ഒരുപാട് കഷ്ടപ്പാട് അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാനത് വിട്ടിട്ട് വീണ്ടും എഴുതി IAS എഴുതി വന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം ഓരോ പ്രാവശ്യം പറയുമ്പോഴും ഞാൻ പറയില്ല സാർ, എനിക്ക് IPS മതി, ഞാൻ ഇഷ്ടമായിട്ട് വന്നതാണ്, എനിക്ക് IAS വേണ്ട എന്ന് പറയുമായിരുന്നെങ്കിലും അദ്ദേഹം പല പ്രാവശ്യം പറഞ്ഞിട്ടൊക്കെയുണ്ട്. വനിതാ ഓഫീസേഴ്സിനെയൊക്കെ അവർ പ്രത്യേകമായിട്ട് വിളിപ്പിച്ചിട്ട് പറയും, നിങ്ങൾ ഇവിടെ തന്നെയുള്ള ആരെയെങ്കിലും കണ്ടുപിടിക്കണം, ഇപ്പോൾ കല്യാണം കഴിക്കാനായിട്ട് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ തിരിച്ച് നിങ്ങൾ കാർഡറൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അതത് സംസ്ഥാനങ്ങളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു നല്ല മാച്ചിന് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പല വനിതാ സുഹൃത്തുക്കളോടും ചോദിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞു അവരോടുമൊക്കെ ഇങ്ങനെ സൂചിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അക്കാഡമിയിൽ വെച്ച് തന്നെ പ്രണയബന്ധിതരായി കല്യാണം കഴിച്ച് പോകുന്ന ഒരുപാട് കപ്പിൾസ്, ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇൻ്റർ മാരേജസ് അവർ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. അപ്പോൾ ഇത് വളരെ തമാശ രൂപത്തിൽ ഞാനൊരു കൂട്ടത്തിലിരുന്നപ്പോൾ പറഞ്ഞത് ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഞങ്ങളുടെ തന്നെ എനിക്ക് പരിചയമുള്ളൊരു ഗ്രൂപ്പാണ്. അവിടെ വെച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ നല്ല പ്രഷറാണ് കേട്ടോ ഇവിടെ ലേഡി ഓഫീസേഴ്സിനോട് മറ്റോ പുരുഷന്മാരെ കണ്ടുപിടിക്കാൻ. നിങ്ങൾ പുരുഷന്മാരുടെ ഇടയിലും അങ്ങനെ ഉണ്ടോ, അതോ നിങ്ങൾക്കൊക്കെ സ്ത്രീധനം കിട്ടും എന്നുള്ളത് കൊണ്ട് നിങ്ങളെ ആരും അതൊന്നും പറയാറില്ലേ എന്നുള്ള പറ്റി ഞാൻ തമാശ രൂപത്തിൽ ചോദിച്ചതിൻ്റെ പേരിൽ എനിക്ക് IPS കിട്ടിയെന്ന് അറിഞ്ഞ കേരളത്തിലുള്ള ഒരു മാഗസീൻ മലയാളത്തിൽ എഴുതിയ ഒരു ഇൻ്റർവ്യൂ അത് അവിടെ തെറ്റായ രീതിയിൽ തർജ്ജമ ചെയ്യപ്പെട്ടു. എന്നിട്ട് ആ തർജ്ജമ ചെയ്ത സാധനം അവിടെ ഒരു കാട്ട് തീ പോലെ പരക്കുന്നുള്ളതായിട്ട് എനിക്കറിയില്ലായിരുന്നു. അവസാനം ഒരു പുരുഷ IAS ഓഫീസർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ശ്രീലേഖ എനിക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് താല്പര്യം എന്ന് ചോദിച്ചപ്പോൾ, നല്ല ശ്രീലേഖ ഒരു IAS ഉദ്യോഗസ്ഥനെ വരനായിട്ട് തേടി നടക്കുകയല്ലേ, അപ്പോൾ അതുകൊണ്ട് എനിക്ക് താല്പര്യമുണ്ട്, ഞാൻ വേണമെങ്കിൽ കല്യാണം കഴിച്ചോളാമെന്ന്. ഞാൻ അങ്ങനെ ത്യാഗമൊന്നും സഹിക്കേണ്ട. ആര് പറഞ്ഞു നിങ്ങളെടുത്ത് എനിക്ക് IAS ഓഫീസറെ തേടി നടക്കാമെന്ന്? ഒന്നുമില്ല, എനിക്കൊരാളവിടെ കാത്തിരിപ്പുണ്ട്. അത് ഇവർക്കറിയില്ലോ, ഞാൻ ആരോടും പറഞ്ഞിട്ടുമില്ല. കാരണം കുട്ടിക്കാലം മുതലേ ഒരുമിച്ച് പഠിച്ചിരുന്ന ഞാൻ, എൻ്റെ ഭർത്താവ് ഇപ്പോൾ ഡോക്ടർ എഴുതുന്നതാണ്. ഞങ്ങൾ തമ്മിൽ മുമ്പേ ഒരു ധാരണ ഉണ്ടായിരുന്നു, എപ്പോഴെങ്കിലും വലുതാകുമ്പോൾ കല്യാണം കഴിക്കാമെന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു. അത് ഞാൻ അവിടെ എല്ലാവരോടും പറഞ്ഞു കിടക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ ഇങ്ങനെ ഒരു തെറ്റായിട്ടുള്ളൊരു വാർത്ത അവിടെ പടരുന്നുണ്ടെന്നുള്ളത് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് എനിക്കത് ആദ്യം മനസ്സിലായില്ല. അപ്പോൾ അയാൾ തന്നെയാണ് എന്നോട് കാണിച്ചത്, കണ്ടോ ശ്രീലേഖ കൊടുത്ത ഇൻ്റർവ്യൂ, മലയാളത്തിൽ കൊടുത്ത ഇൻ്റർവ്യൂവിൻ്റെ ഈ ഒരു ഭാഗം എഴുതിയിരിക്കുന്നത് IAS ഉദ്യോഗസ്ഥരെ ശ്രീലേഖയ്ക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹമുള്ളത് കൊണ്ടാണ് കഷ്ടപ്പെട്ട് ശ്രീലേഖ IPS എഴുതി പഠിച്ച് ജയിച്ചിവിടെ വന്നത്, നല്ല തർജ്ജമയാണ്. അപ്പോൾ ഞാൻ നോക്കിയിട്ട് ഞാൻ അതിശയിച്ചു. ഞാൻ അല്ല,
ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് IAS തിരഞ്ഞെടുക്കാതെ IPS എടുത്തിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അതിനുള്ള ഉത്തരവായിട്ട് ഞാൻ പറഞ്ഞിരിക്കുന്നത് എനിക്ക് 7 മാർക്കിന് IAS നഷ്ടപ്പെട്ടത് കൊണ്ടാണ്. പക്ഷേ ഇതൊരു നിയോഗമായിട്ട് ഞാൻ കരുതുന്നു എന്നുള്ള മട്ടിൽ ഞാൻ എഴുതിയിട്ടുള്ള, അല്ലാതെ ഈ തർജ്ജിമ തെറ്റാണ്. അപ്പോൾ ആരാണോ അതവിടെ ഈ ഒരു തെറ്റായ സന്ദേശം കൊടുത്തതെന്ന് എനിക്കറിയില്ല. പക്ഷേ അതിൻ്റെ പേരിൽ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് അവിടെ ഉണ്ടായിട്ടുള്ളത് എനിക്ക് ഓർമ്മയുണ്ട്. അതുപോലെ ഞങ്ങൾ ട്രെക്കിങ്ങിന് കൊണ്ടുപോകും, വില്ലേജ് അറ്റാച്ച്മെൻറ്റ്, ട്രെക്കിങ്, അതുപോലെ പലതരത്തിലുള്ള ക്ലാസ്സുകൾ ഒക്കെ വരുമ്പോഴും ഞാൻ എപ്പോഴും മുന്നിട്ട് നിൽക്കാനായിട്ട് ശ്രമിക്കും. കാരണം കുതിരകളുണ്ടെങ്കിലും വളരെ അക്കാഡമിയിൽ, പോലീസ് അക്കാഡമിയിലുള്ളത്ര വലിയ കുതിരകൾ അല്ലെങ്കിൽ ചെറിയ പോണികളെ പോലെയുള്ള കുതിര ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ രാവിലെ അത് ഓപ്ഷണലായിരുന്നു, കുതിരയോട്ടം നിർബന്ധമല്ലായിരുന്നു. എങ്കിലും ഞാൻ കുതിര ഓടിക്കാനായിട്ട് ആദ്യമായിട്ട് കുതിരയുമായിട്ട് പരിശീലിച്ചതും ഓടിക്കാൻ ശീലിച്ചതും ഒക്കെ മസൂറിയിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ പിന്നീടാണ് നാഷണൽ പോലീസ് അക്കാഡമിയിൽ പോകുമ്പോഴേ നമ്മൾ അറിയുന്നത് മസൂറിയിൽ വെച്ച് ഓടിച്ച കുതിരകളൊക്കെ കുഞ്ഞ് കുതിരകളായിരുന്നു, പോണികളായിരുന്നു. ശരിക്കുള്ള കുതിര എന്ന് പറയുന്നത് ഈ നാഷണൽ പോലീസ് അക്കാഡമിയിലെ ഭയങ്കര വലിയ കുതിരകളായിരുന്നു. പിന്നെ എല്ലാത്തിനും ചാടിക്കയറി ഞാൻ മുന്നിൽ നിൽക്കുന്നത് കണ്ട് ഞാൻ ഇലക്ഷന് പങ്കെടുത്തു, ഇലക്ഷന് മത്സരിച്ചു, പക്ഷേ തോറ്റുപോയി. പിന്നെ പല പല മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്, കുറേ സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. നാടകത്തിന് സമ്മാനം കിട്ടി, ഫ്ലവർ അറേഞ്ച്മെൻറ്റിന് സമ്മാനം കിട്ടി, അങ്ങനെ ഒരുപാട് ഒരു പ്രസംഗത്തിന് സമ്മാനം കിട്ടി. അങ്ങനെയൊക്കെ കുറേ സമ്മാനങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ട്. പല കാര്യങ്ങളിലും മുന്നിട്ട് നിന്നിട്ടുണ്ട്. ട്രക്കിങ്ങിന് പോകുന്ന ഹിമാലയ പർവ്വതങ്ങളിലേക്ക് 10 ദിവസത്തേക്ക് റക്സാക്കൊക്കെ പാക്ക് ചെയ്തിട്ട് പോകണം. അപ്പം അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, ഒരു 10-12 പേരെ ആയിട്ടുള്ള ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ട്രക്കിങ്ങിന് വിടുക. അപ്പോൾ 2 ടൈപ്പ് ട്രക്കിംഗ് ഉണ്ട്. ട്രക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ 10 ദിവസത്തേക്ക് നമ്മൾ ഈ 5 കിലോയുടെ ബാക്ക് പാക്കും ഒക്കെ ചുമന്നുകൊണ്ട് നടന്ന് മലകൾ കയറി ഒരു റൂട്ട് മാപ്പ് തരും. ആ റൂട്ട് മാപ്പിലൂടെ കയറി നമ്മൾ അപ്പുറത്തെ വശത്തെത്തുമ്പോൾ അവിടെ നമ്മളെ വിളിക്കാൻ ഒരു വണ്ടി ഉണ്ടാവും. ഇപ്പുറത്തെ വശത്ത് നമ്മൾ ഇറക്കി വിടുകയും ചെയ്യും. അപ്പോൾ 10 ദിവസത്തേക്ക് നമ്മൾ 10 പേര് 12 പേര് ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു സ്ഥലം ട്രക്ക് ചെയ്ത് കയറി ഇറങ്ങുകയാണ്. അപ്പോൾ അത് മനോഹരമായ സ്ഥലങ്ങളിൽ ഒക്കെ ട്രക്കിംഗ് ഉണ്ടായിരുന്നു. കൈലാസത്തിലേക്കുണ്ടായിരുന്നു, കേദാർനാഥ്, ഗംഗോത്രി എന്നൊക്കെ പറയുന്ന റിലീജിയസ് ആയിട്ട് മതപരമായിട്ട് പ്രശസ്തമായിട്ടുള്ള സ്ഥലങ്ങളിലേക്കുണ്ടായിരുന്നു. അതിനെയൊക്കെ മൃദുവായ ട്രക്കിംഗ് എന്ന്, സോഫ്റ്റ് ട്രക്ക് എന്ന് പറയുകയും 2 ട്രക്കുകൾ വളരെ ടഫായിട്ടുള്ള ട്രക്കായിരുന്നു. അപ്പോൾ അത് ഹാർഡ് ട്രക്ക് എന്ന് പറയുകയും ചെയ്തിരുന്നു. അപ്പോൾ അത് ഓപ്ഷൻ ഉണ്ടായിരുന്നു, സോഫ്റ്റ് ട്രക്ക് വേണോ ഹാർഡ് ട്രക്ക് വേണോ എന്നുള്ള ഓപ്ഷൻ. അപ്പോൾ ഞാൻ അതിനകത്ത് കഠിനമായ ട്രക്കിങ്ങിന് തന്നെ തിരഞ്ഞെടുത്തു. അതിൽ കഠിനമായ ട്രക്ക് എന്ന് പറയുന്ന രൂപിൻ പാസ് എന്നുള്ള ഏറ്റവും കഠിനമായ ട്രക്കിംഗ് എനിക്ക് വേണമെന്ന് ഞാൻ പറയുകയും ചെയ്തു. അപ്പോൾ വീണ്ടും ബാദൽ ദാസ് സാർ എന്നെ വിളിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ശ്രീലേഖ, ഇങ്ങോട്ട് സ്ത്രീകളാരും ഇതുവരെ പോയിട്ടില്ല, അതുകൊണ്ട് ശ്രീലേഖ അതിൽ നിന്ന് പിന്മാറി വേറൊരു ഹാർഡ് ട്രക്ക് ഉണ്ടല്ലോ, ആ ട്രക്കിലേക്ക് പോകണം എന്ന് പറഞ്ഞു. അത് വേറെ ഏതോ ഒരു പാസ്സാണ്, എനിക്ക് പേര് മറന്നുപോയി. അതിനകത്ത് സ്ത്രീകൾ പോയിട്ടുണ്ട്. അപ്പോൾ അതിനകത്താണെങ്കിൽ വേറൊരു ലേഡിയെയും കൂടെ നമുക്ക് ഉൾപ്പെടുത്തി വിടാം. അപ്പോൾ ഞാൻ ഇല്ല സാർ, അത് വിവേചനം ശരിയല്ലല്ലോ, എനിക്ക് രൂപിൻ പാസിൽ തന്നെ പോകണം, വേറെ സ്ത്രീ എന്തിനാണ്, ഞാൻ പുരുഷന്മാരുടെ കൂടെ പൊക്കോളാം, എനിക്ക് തെളിയിക്കണം, എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് തെളിയിക്കണം, ഒരു രൂപിൻ പാസിൽ എനിക്ക് പോകണം എന്ന് ഞാൻ വാശി പിടിച്ചു നിന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സോറി, ഒറ്റയ്ക്ക് വിടാൻ പ്രയാസമാണ്, കാരണം ട്രക്കിംഗ് ആണ്, 10 ദിവസത്തെ ഉണ്ട്, നിങ്ങൾക്ക് അതിൻ്റെ ഇടയിൽ കൂടെ ബാത്റൂമിലൊക്കെ കാട്ടിൽ തന്നെ പോകേണ്ടി വരും. അപ്പോൾ പുരുഷന്മാരുടെ കൂട്ടത്തിൽ ഒരു സ്ത്രീ മാത്രമായിട്ട് വിടുന്നത് ശരിയല്ല, ഏതെങ്കിലും ഒരു പെണ്ണിനെയും കൂടെ കൂട്ടത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ രൂപിൻ പാസിന് പോകാൻ സമ്മതിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഞാനിങ്ങനെ നടന്ന് ഒരു പെൺകുട്ടിയെ കൂടെ കണ്ടുപിടിക്കും. അപ്പോൾ ഞാൻ ആദ്യം IPS കിട്ടിയ എല്ലാ ലേഡി ഓഫീസേഴ്സിനോടും പറഞ്ഞു, നമുക്ക് രൂപിൻ പാസിൽ പോകാമെന്ന്. പക്ഷെ അവരൊക്കെ പറഞ്ഞു, അയ്യോ വേണ്ട, ഞങ്ങൾക്ക് ഇവിടെ പോയാൽ മതി, അവിടെ പോയാൽ മതി. ആരും വന്നില്ല എൻ്റെ കൂടെ. അവസാനം IAS കിട്ടിയ ഒരു ലേഡിയുണ്ട്, മഞ്ജുള. ഞാൻ വരാം ശ്രീലേഖ, അയൽ കം വിത്ത് യു എന്ന് പറഞ്ഞ്. അങ്ങനെ മഞ്ജുള കുറച്ച് ടഫായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ 2 പേരും കൂടെ പോയി ബാദൽ ദാസ് സാറിനോട് പറഞ്ഞു രൂപിൻ പാസിൽ തന്നെ പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രൂപിൻ പാസിൽ പോയി. അതിനിടയിൽ കൂടെയും ഒരു മാച്ച് മേക്കിംഗ് ഒരു എഫേർട്ട് നടന്നതായിട്ട് എനിക്ക് സംശയമുണ്ട്. കാരണം അതിനകത്തുനിന്നൊരു പയ്യൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് പിടിക്കണോ, കൈ പിടിക്കണോ, റക്സാക്ക് പിടിക്കണോ എന്നൊക്കെ ചോദിച്ചിരുന്നു. പക്ഷേ വളരെ ടഫ് ആയിട്ടുള്ള ഒരു ട്രക്കിംഗ് ആയിരുന്നതുകൊണ്ട് അതിനിടയിൽ കൂടെ മഞ്ജുള ഒരു കുഴപ്പവും ഇല്ലാതെ ചോറാന്ന് പയറുമണി പോലെ കയറിപ്പോയി. കാരണം പ്രായം വളരെ കുറവായിരുന്നു. പക്ഷേ എനിക്ക് പ്രായം 26 കഴിഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്കത് കുറച്ച് കഠിനമായിട്ട് തന്നെ തോന്നിയിരുന്നു. അവസാനം രൂപിൻ പാസ് കയറി ഇറങ്ങിയെങ്കിലും നല്ലപോലെ പനി വന്നു. അതിന് ശേഷം കിടന്നുപോയി. വലിയ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നപ്പോൾ തോന്നിയ ഞാൻ വേറൊരു കഥയായിട്ട് പറയാം. എപ്പോഴും നമ്മുടെ ഇത് സംരക്ഷിക്കുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ജീവിതത്തിലുടനീളം ഇങ്ങനെ അനുഭവപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അസാധ്യം എന്ന് പറഞ്ഞിരുന്ന ഒരു കാര്യം, സ്ത്രീകൾ ഇതുവരെ പോയിട്ടില്ല, അസാധ്യം, പറ്റില്ല എന്ന് പറഞ്ഞിരുന്ന ഒരു കാര്യം പറ്റും,
ചെയ്യാൻ സാധിച്ചു എന്ന് സ്വയം തെളിയിക്കാൻ പറ്റി. മറ്റുള്ളവരെ തെളിയിക്കാനുള്ളതല്ല, സ്വയം തെളിയിക്കാൻ പറ്റുമ്പോൾ നമുക്ക് വല്ലാത്ത ആത്മവിശ്വാസം തോന്നും. മസൂറിയിൽ നിന്ന് പിരിയാൻ നേരവും അവിടെ ഞങ്ങൾക്ക് വരുന്ന അന്ന് മൊബൈൽ ഫോണും ഒന്നും ഇല്ലല്ലോ. അപ്പോൾ എല്ലാം ഇങ്ങനെ കത്ത് വഴിയായിരുന്നു കമ്മ്യൂണിക്കേഷൻസ് എല്ലാം. അപ്പോൾ അങ്ങനെ ഓരോ ഉദ്യോഗസ്ഥർക്കും വേണ്ടിയിട്ട്, ഓരോ പ്രൊബേഷണേഴ്സിനും വേണ്ടിയിട്ട് ഒരു മെയിൽ റൂം, വലിയൊരു മെയിൽ റൂമിനകത്ത് ചെറിയ ചെറിയ ഈ പ്രാവിൻ കൂടൊക്കെ ഇല്ലേ, അതുപോലെ അതിനെ പറയുന്നത് പിജൻ ഹോൾ എന്നാണ്. പിജൻ ഹോൾ പോലെയുള്ള ഓരോ കുഞ്ഞു അറകളിനകത്ത് നമ്മുടെ പേര് എഴുതി വെച്ചിട്ട് അതിനകത്താണ് നമുക്കുള്ള തപാലുകളും വരുന്ന കത്തുകളും ഒക്കെ കൊണ്ടുവയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോ മാസവും, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ അതിൻ്റെ കീ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഓരോ മാസം അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ പോയി അത് തുറന്ന് അതിനകത്തുനിന്ന് വേണം നമ്മുടെ ഇൻസ്ട്രക്ഷൻസും ബുക്ക്ലെറ്റും മാനുവൽസും ഒക്കെ എടുക്കാൻ, വീട്ടിൽ നിന്ന് വരുന്ന കത്തുകളൊക്കെ. അങ്ങനെ അക്കാഡമിയിൽ നിന്ന് പിരിയുന്നതിൻ്റെ അവസാനത്തെ ദിവസം ഞാനത് തുറക്കുമ്പോൾ ഉള്ള കടലാസുകളുടെ കൂട്ടത്തിൽ എനിക്കൊരു പോസ്റ്റ് കാർഡ് ലഭിച്ചു. അതിനകത്തുനിന്ന് ആ ഒരു പോസ്റ്റ് കാർഡ് ആരെഴുതിയതാണെന്നോ ഒന്നും എനിക്കറിയില്ല, പക്ഷേ ഇപ്പോഴും ഞാനത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അതും കാണുമ്പോൾ ഒരു സന്തോഷം തോന്നാറുണ്ട്. അക്കാഡമി IPS കിട്ടിയതും മസൂറിയിലെ ജീവിതവും ഒക്കെ വളരെ രസകരമായിരുന്നുവെന്നും അവിടെയും വളരെ നല്ല ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെയും ഒക്കെയുള്ളൊരു തെളിവായിട്ട് ആ പോസ്റ്റ് കാർഡ് ഞാനിപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. സസ്നേഹം, ശ്രീലേഖ.